പെരുമ്പാവൂരിലെ ഹോട്ടൽ ആക്രമിച്ച കേസിൽ പൾസർ സുനി കസ്റ്റഡിയിൽ. ഓർഡർ ചെയ്ത ഭക്ഷണം ലഭിക്കാൻ വൈകി എന്ന് പറഞ്ഞ് ജീവനക്കാരെ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തുവെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. കുറുപ്പുംപടി പോലീസാണ് കേസെടുത്തത്. വിവരങ്ങളുമായി അശ്വതിയുണ്ട്. അശ്വതി, ഈ നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു കേസിൽ പ്രതിയായിരിക്കുകയാണ് പൾസർ സുനി. എന്താണ് വിവരങ്ങൾ? ഗോപിക, ഇന്നലെ വൈകുന്നേരം ഒരു 8:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെരുമ്പാവൂരിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പൾസർ സുനി എത്തിയപ്പോൾ ഓർഡർ ചെയ്ത ഭക്ഷണം വൈകി എന്നതാണ് കാരണം. അവിടെ ഹോട്ടലിൽ അടിച്ചു തകർക്കുകയും അതായത് ഗ്ലാസുകളൊക്കെ പൊട്ടിക്കുകയും ഒപ്പം തന്നെ ഈ അവിടുത്തെ ജീവനക്കാരെ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് പൾസർ സുനിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ എഫ്ഐആറിലും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് എഫ്ഐആറിൽ പറയുന്നതും ഈ വധഭീഷണി മുഴക്കി എന്നത് അടക്കമുള്ള കാര്യങ്ങളും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പൾസർ സുനി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മാത്രമല്ല, നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് കോടതി നടപടികൾക്കായി കോടതിയിൽ ഹാജരാകേണ്ട വിചാരണ നടപടികളും മറ്റുമുണ്ട്. അതിനായി കോടതിയിൽ ഹാജരാകേണ്ട ദിവസമായിരുന്നു. അതിന് തൊട്ട് തലേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് എന്നതും വളരെ നിർണായകമാണ്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ സമയത്ത് പോലീസ് ഈ വിവരം കൂടി കോടതിയെ അറിയിക്കും. മാത്രമല്ല, പൾസർ സുനി ജാമ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥകൾ മറ്റുമുണ്ട്. അത് പ്രധാനമായിട്ടും മാധ്യമങ്ങളോട് സംസാരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ജാമ്യത്തിലിറങ്ങിയ ഒരാൾ ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഉൾപ്പെട്ടത് കോടതിയെ അറിയിക്കുമ്പോൾ കോടതിയുടെ ഒരു തീരുമാനം ഇതിൽ എന്ത് നടപടിയെടുക്കുമെന്നത് സംബന്ധിച്ചും അതും കാത്തിരുന്ന് കാണണം. മാത്രമല്ല, ഇത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ ഈ കേസിൽ ഇന്നലെ നടന്ന സംഭവത്തെ സംബന്ധിച്ച കേസിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കോടതിയെ അറിയിക്കുകയാണ് ഇന്ന് പോലീസ് ചെയ്യുക. ഗോപിക, എന്തായാലും ഹോട്ടൽ ആക്രമിച്ച കേസിൽ പൾസർ സുനി കസ്റ്റഡിയിലായിരിക്കുകയാണ്. അശ്വതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.